ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഭൂമിയിൽ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയത്തെയാണ് നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമാണ്. നമുക്ക് മറ്റുള്ളവർക്കും പ്രയോജനം തരുന്ന കാര്യങ്ങൾക്കായി നമ്മൾ ഈ സമയം ചിലവഴിക്കാറുണ്ട്. പക്ഷെ കുറേ അധികം സമയം നമ്മൾ എവിടെയാണ് ചിലവഴിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കും മറ്റുള്ളവർക്കും യാതൊരു പ്രയോജനവും തരാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുക മാത്രമല്ല, പണവും ചിലവഴിച്ച് കടക്കെണിയിൽ അകപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്ക് ആലോചിച്ചാൽ വളരെ ലജ്ജാകരമായ അവസ്ഥയാണ്. യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അവിടെ ഒരൊറ്റ കാര്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റുള്ളവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമുണ്ടല്ലോ, അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ചിന്തിച്ച് വളരെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുന്ന ഒരവസ്ഥ ജീവിതത്തിലെ പല രംഗങ്ങളിലും കാണുന്ന ധൂർത്ത് അതിനൊരു ഉദാഹരണമാണ്. യാതൊരു കാര്യമില്ലാതെ സമയവും പണവും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ, അങ്ങനെ ഒരു ധൂർത്തിനെ കുറിച്ചാണ്. നമ്മളെ ഏറ്റവും പരിപാവനമെന്ന് കരുതുന്ന വിവാഹം എന്നൊരു ചടങ്ങില്ലേ, ആ ചടങ്ങിനോടനുബന്ധിച്ച് നടക്കുന്ന ധൂർത്ത് അത് പറയാതിരിക്കാൻ വയ്യ എന്നൊരവസ്ഥയിലായിരിക്കുന്നു. ഇപ്പോൾ ഒരു വിവാഹത്തിനൊക്കെ ക്ഷണക്കത്ത് കിട്ടുമ്പോൾ ഒരു ചിന്തയാണ് മനസ്സിൽ, അവിടെ ചെന്ന് എന്തെല്ലാം കാണേണ്ടി വരും. അപ്പോൾ വിവാഹത്തോടനുബന്ധിച്ച് നടത്തുന്ന ആഘോഷങ്ങൾ അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാൻ സാധിക്കുക, അവരുടെ കൂടെ സമയം ചെലവഴിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ആഘോഷങ്ങളിൽ സംഭവിക്കുന്നത് അതാണോ? അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ആ വിവാഹത്തിൻ്റെ ഹാളിലേക്ക് എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ആഹാര പദാർത്ഥങ്ങളുടെ ഒരു പ്രദർശനമാണ്. പല പല ആഹാര പദാർത്ഥങ്ങൾ ചുറ്റും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് ഹാളിൻ്റെ വാതിക്കലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചെകിടടുപ്പിക്കുന്ന സംഗീതം, നൃത്തം. നമ്മൾ വളരെ കാലം കൂടി കാണുന്ന കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ അവരോട് ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അത്രയും കർണകഠോരമായ ശബ്ദത്തിലുള്ള സംഗീതം, അതോടനുബന്ധിച്ചുള്ള മറ്റ് പ്രോഗ്രാമുകളൊക്കെ സ്റ്റേജിൽ അരങ്ങ് തകർക്കുകയാണ്. ചെറുക്കനും പെണ്ണും എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. അവരേതെങ്കിലും മൂലയിലുണ്ടാവും. അതുമാത്രമല്ല, പിന്നെ നമ്മളൊരു യുദ്ധത്തിലാണ്, ഈ ഭക്ഷണവുമായിട്ടുള്ളൊരു മൽപ്പിടുത്തത്തിലാണ്. എല്ലാ ഭക്ഷണവും ഒന്ന് കണ്ട് എന്ത് കഴിക്കണമെന്ന് തീരുമാനത്തിലെത്താൻ തന്നെ കുറച്ച് സമയം പിടിക്കും. അതിനിടയിൽ നമുക്ക് ഈ സുഹൃത്തുക്കളെ കാണാനോ സംസാരിക്കാനോ ചിലപ്പോൾ അവസരം കിട്ടിയില്ല എന്ന് വരും. ഇനി സംസാരിക്കാൻ ചെന്നാൽ അവർ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരിക്കും. ഈ ഒരവസ്ഥയിലേക്ക് വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾ മാറിയിട്ട് കുറച്ച് കാലങ്ങളായി. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഓരോരുത്തരും ഒരു മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിലെ വിവാഹം അങ്ങനെ ഇരുന്നോ, അതിന് 2 സ്റ്റെപ്പ് മുന്നിലായിരിക്കണം എൻ്റെ വീട്ടിലെ വിവാഹം എന്നുള്ള ആ ഒരു വാശിയില്ലേ, ഇത് നമ്മളെ എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കും? ശരിക്കാലോചിച്ചാൽ ലജ്ജ തോന്നുന്ന തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു ഗുണമുള്ളത്, ലജ്ജ എന്നുള്ളൊരു വികാരമൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും എനിക്ക് മനസ്സിന് വിഷമം തോന്നിയ ഒരു കാര്യമുണ്ട്. എൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കൾ വിവാഹത്തിന് ശേഷം പങ്കുവെച്ചൊരു സങ്കടമുണ്ട് കേട്ടോ. ഒരുവിധ സാമ്പത്തികമുള്ളവരാണ്. ഇത് മകൻ്റെ വിവാഹം, മകന് നല്ല ശമ്പളമുള്ള ജോലിയുണ്ട്, ഇവരുടെ സാമ്പത്തികം ഓക്കെയാണ്. എന്നിട്ടും വിവാഹത്തോടനുബന്ധിച്ചുണ്ടായ കടക്കണിയെക്കുറിച്ച് അവർ സങ്കടത്തോടുകൂടി സംസാരിച്ചു. കഷ്ടമല്ലേ? എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്ന ഒരു കാര്യമുണ്ട്. വലിയ ബുദ്ധിമാനവരും ബുദ്ധിമതികളൊക്കെയാണ് മലയാളികൾ. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം പ്രതാപം, ആർഭാടം ഇതൊക്കെ കാണിക്കാൻ വേണ്ടി യാതൊരു ബോധമില്ലാതെ, ബുദ്ധിയില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളിൽ മലയാളികൾക്ക് തന്നെയാണ് 1ാം സ്ഥാനം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം മനസ്സിൽ ആഗ്രഹിക്കുന്ന, താലോലിച്ചു കൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നമാണ് മക്കളുടെ വിവാഹം. ആ വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷം എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒന്നായിട്ട് മാറാൻ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, വിവാഹം എന്ന ധൂർത്തിൻ്റെ 1ാം പ്രതി എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. ഇപ്പോഴത്തെ നമ്മുടെ ചുറ്റുപാടിൽ വിവാഹം നടത്തുന്നത് മാതാപിതാക്കളുടെ ചുമതലയാണ്. മക്കളും അത് തന്നെയാണ് പറയുന്നത്. ജീവിത പങ്കാളിയെ ഞങ്ങൾ വേണമെങ്കിൽ കണ്ടെത്തിക്കോളാം, അതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ വിവാഹം നിങ്ങൾ നടത്തി തരണം. അവർ പല ഡിമാൻഡ്സ് വെക്കും.
ഇന്ന് അവർ ഓരോ ആഘോഷവും കാണുമ്പോൾ അതിനേക്കാൾ കവച്ച് വെക്കുന്നതായിരിക്കണം എൻ്റെ വിവാഹമെന്ന് അവർ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അവർ മാതാപിതാക്കളോട് പല കാര്യങ്ങളും ആവശ്യപ്പെടും. അപ്പോൾ മാതാപിതാക്കൾ ധൈര്യപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹം അതിനുവേണ്ടി ചെലവഴിക്കാൻ ആ ബഡ്ജറ്റ് ആദ്യമേ തയ്യാറാക്കണം. മത്സരബുദ്ധിയൊക്കെ ഒഴിവാക്കി നമ്മുടെയൊക്കെ സാമ്പത്തിക ചുറ്റുപാടിൽ എത്ര നമുക്കതിനു വേണ്ടി ചെലവഴിക്കാം, മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇതാണ് ബഡ്ജറ്റ്, ഇതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിനപ്പുറത്തേക്ക് പണം ചെലവഴിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലായിരിക്കണം. ഇത്രയും സംസാരിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? പലരുടെയും ഉള്ളിലിതുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, അത് സംസാരിക്കാനുള്ള ഒരു ധൈര്യം ആർജവുമില്ല. മക്കൾ പറയുന്നതനുസരിച്ച് ആവശ്യത്തിൽ കവിഞ്ഞ ആർഭാടത്തോടു കൂടി കല്യാണമൊക്കെ നടത്തി കടക്കണിയിലായാൽ പിന്നെ ഈ പറഞ്ഞ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. മാതാപിതാക്കൾ സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കണം. ധൂർത്ത് ഏറ്റവും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അവിടെയാണ്. രണ്ടാമത്തെ കാര്യം, വിവാഹത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് വേണ്ടി നമ്മൾ ഹോൾ ബുക്ക് ചെയ്യുമല്ലോ. മറ്റുള്ളവരെ സ്തബ്ധരാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളോടുകൂടിയ ഹോൾ ബുക്ക് ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം. വിവാഹമെന്ന ചടങ്ങ് നടക്കുന്ന ഒരു പള്ളി അമ്പലമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഹോള് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഹോള് ചിലപ്പോൾ കുറേ അകലെയായിരിക്കും. അതുപോലെ ചടങ്ങ് കഴിഞ്ഞ് കുറേ സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞ് റിസപ്ഷൻ നടത്തുന്നതാണ് ആർഭാടത്തിന് നല്ലത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് വരും. അപ്പോൾ ചടങ്ങിന് വളരെ വേണ്ടപ്പെട്ട ആളുകൾ പങ്കെടുത്തിട്ട് പിന്നെ അവരെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഹോളെന്നുള്ളൊരു ധൂർത്തുണ്ട്. കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള വൈദ്യുതി അലങ്കാരങ്ങൾ, പിന്നെ കലാപരിപാടികൾ. ഹൈ വോള്യത്തിലാണ് ഈ കലാപരിപാടികളൊക്കെ അരങ്ങേറുന്നത്. അപ്പോൾ അവിടെ കാണുന്ന വേറൊരു കാര്യം എന്താണെന്നോ, നമ്മൾ കുറേ നാൾ കൂടി കാണുന്ന ആളുകൾ സംസാരിക്കണം, കുറേ നേരം ഒരുമിച്ചിരിക്കണം, തമാശ പറയണം, ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് വരുന്നത്. ഇതൊന്നും അവിടെ നടക്കാറില്ല. കാരണം വായ തുറന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റാറില്ല, ഈ ശബ്ദ കോലാഹലം കാരണം. എന്നിട്ട് ഈ കോലാഹലങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് പണം നമ്മൾ ഒഴുക്കുകയാണ്. എന്നിട്ട് ഒരു സമാധാനവുമില്ലാത്ത അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കേണ്ടി വരിക. കലാപരിപാടികൾ നടത്തുന്നവർക്കാണെങ്കിൽ ഒരു ഓഡിയൻസിന് കിട്ടിയ സന്തോഷമാണ്. നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് പിന്നെ സദസ്സിൽ പോയിരിക്കും. അപ്പോൾ അവർക്ക് ഉത്സാഹം കൂടും, കുറേ ഓഡിയൻസിന് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. വധുവരന്മാരെ ഏതെങ്കിലും മൂലയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്നിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവരെ കണ്ട് ആശംസകൾ അറിയിക്കാൻ ചെന്നതാണെങ്കിലും ചിലപ്പോൾ കാണാൻ പോലും പറ്റില്ല. അപ്പോൾ ചിലർക്ക് തോന്നുമല്ലേ എൻ്റെ എന്ത് പഴഞ്ചൻ ചിന്താഗതികളാണ്. തീർച്ചയായിട്ടും വിവാഹത്തോടനുബന്ധിച്ച് നൃത്തം ചെയ്യണതും കലാപരിപാടികളുള്ളതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ മെയിനായിട്ടുള്ള കാര്യം മറന്നു പോകരുത്. പല കല്യാണങ്ങൾക്ക് ചെല്ലുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ വരുന്ന ആളുകളെക്കുറിച്ച് ഒരു ചെറിയ ചിന്ത പോലും ഈ വിവാഹം നടത്തുന്നവർക്കില്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പ്രീ പ്ലാൻഡ് ബഡ്ജറ്റിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇതിങ്ങനെയുള്ള പല ചിലവുകളും നമ്മൾ നിയന്ത്രിക്കും. എത്ര പണം ചിലവഴിച്ചാലും കുഴപ്പമില്ല, അവർ നടത്തിയ കല്യാണത്തേക്കാൾ കേമമായിരിക്കണം എൻ്റെ വീട്ടിലെ ആഘോഷ പരിപാടികൾ എന്നൊരു ദുർവാശിയില്ലേ, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. മൂന്നാമത്തെ കാര്യമാണ് കേട്ടോ, ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ലക്ഷങ്ങൾ ഒഴുകുന്ന ഒരു ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ ഓരോരോ പരിപാടികളുണ്ട്. എത്ര ദിവസങ്ങളാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. വേറെ ആരും ഇത് കാണുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം. പണ്ട് ഇതൊക്കെ ഒരു കൗതുകം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആളുകൾ ഇതൊക്കെ കാണുമായിരുന്നു. ഫോട്ടോ വീഡിയോ വിവാഹത്തിന് ശേഷം എല്ലാവരും കൂടി കൂടിയിരുന്ന് കാണുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം നമുക്ക് ബോറായി തോന്നി തുടങ്ങി. ഇതൊക്കെ കാണുക എന്നുള്ളത് വളരെ കോമൺ ആകുമ്പോൾ അത് ബോറായി മാറും. ആദ്യമൊക്കെ ഒരു കൗതുകം, അതിൻ്റെ പേരിൽ എല്ലാവരും ഇത് കാണുമായിരുന്നു. സേവ് ദ ഡേറ്റ് വിവാഹത്തോടനുബന്ധിച്ചുള്ളൊരു ട്രാപ്പായി മാറുന്ന അവസ്ഥ വരെയുണ്ട്. പല കല്യാണങ്ങൾക്ക് ചെല്ലുമ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ചടങ്ങുകളൊക്കെ ഇല്ലേ, അതുപോലെയാണ് എല്ലാവരുടെയും വിവാഹ ചടങ്ങ്. ഞാൻ ഈ അടുത്ത കാലത്തൊരു കല്യാണത്തിന് ചെന്നപ്പോൾ എന്തുമാത്രം ഫോട്ടോഗ്രാഫേഴ്സ്. അതിലേറ്റവും രസം, വിവാഹം നടത്തുന്നവരുടെ സാമ്പത്തികമൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർ ഇത്രയും ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ വെച്ച് വിവാഹം നടത്തുന്നത് കണ്ടപ്പോൾ അതിശയായി. അപ്പോൾ ചിലരോടൊക്കെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിദേശത്തുണ്ടാവുമല്ലോ, അവർക്ക് ഈ ഓൺലൈനിൽ വിവാഹം കാണണ്ടേ. അപ്പോൾ അതിനുള്ള സംവിധാനം ഒരു എമൗണ്ട് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെയില്ല കുറേയില്ല, അവർ കൂടുതൽ ഫോട്ടോഗ്രാഫേഴ്സിനെ കൊണ്ടുവരുന്നതിന് എന്ത് ചെയ്യാനാണ് എന്നാണ് വീട്ടുകാരുടെ മനോഭാവം. നമ്മളിത് കഴിഞ്ഞിട്ട് ഒരു ആൽബം ഉണ്ടാക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാവും. അതാണ് ഇതിൽ നിന്ന് ആകെ കിട്ടാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ എത്ര പ്രാവശ്യം കാണും. ഞാൻ അടുത്തൊരു ദിവസം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കൂടി ഞങ്ങളുടെ വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നാണ്
അപ്പം മകളുടെ വിവാഹമായിരുന്നു, നമുക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞൊരു ദിവസം ചെന്നതാണ്. അപ്പോൾ സുഹൃത്ത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിരുത്തി കല്യാണത്തിൻ്റെ ആൽബം ഞങ്ങൾക്ക് കാണിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആർക്കും ആ ആൽബം ഒന്നും കാണണ്ട കേട്ടോ. കുറേ പേര് ഫേസ്ബുക്കിലൊക്കെ ഇത് കണ്ടു കഴിഞ്ഞു ഓൾറെഡി. കൂട്ടുകാരിയെ ബോധിപ്പിക്കാനെങ്കിൽ അതൊന്ന് മറിച്ച് നോക്കേണ്ടതൊരു മര്യാദയായിരുന്നു. അതുപോലും ആർക്കും വേണ്ട. ആ കാണാനുള്ള കൗതുകമൊക്കെ പോയി. ആർക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മളെത്തി. അങ്ങനെയുള്ളൊരവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നതും കടക്കണിയിൽ പോയി പെടുന്നതും. എൻ്റെ വീട്ടിലെ കല്യാണത്തിന് അതിൻ്റെ ഒരു മെമ്മറിയായിട്ട് എൻ്റെ കൈവശം ഉണ്ടാകേണ്ടത് എന്താണ്? ഒരു വീഡിയോ, ഒരു ആൽബം. അതിന് എന്തുമാത്രം പണമാണ് വേണ്ടത്? ഒരു കാൽക്കുലേഷൻ നമ്മുടെ അടുത്ത് വേണ്ടേ? ആർക്കും വേണ്ടാത്ത എന്തിനോ വേണ്ടി നമ്മളിങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതിന് എന്താ പേര് വിളിക്കുക? ഇനി നാലാമത്തെ കാര്യം, വിവാഹമെന്ന ചടങ്ങിന് വേണ്ടി ധരിക്കുന്ന വസ്ത്രവും ആഭരണങ്ങളുമില്ലേ, അതിനു വേണ്ടി ചെലവഴിക്കുന്ന പണത്തിന് കയ്യും കണക്കുമില്ല. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വലിയൊരു മാറ്റം എന്താണെന്നോ, വിവാഹത്തോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തരത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയാനുള്ള അവസരം കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ചടങ്ങുകളുടെ എണ്ണം കൂടി. ചടങ്ങിൻ്റെ സമയത്ത് ധരിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും കണ്ട് ആളുകൾ അന്തം വിടണ്ടേ? അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ യാതൊരു നിയന്ത്രണവും ഇല്ല. എത്ര പണം വേണമെങ്കിലും ആളുകൾ ചെലവഴിക്കാൻ തയ്യാറാണ്. 1-2 മണിക്കൂർ സമയം ധരിക്കാനുള്ള വസ്ത്രത്തിൻ്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ആക്ച്വൽ കോസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ശതമാനം മാത്രമേ ആവുകയുള്ളൂ. പക്ഷേ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വസ്ത്രങ്ങളുടെ വില കണ്ടമാനം കൂട്ടിയിടാറുണ്ട്. ആഭരണങ്ങൾ, സ്വർണ്ണമാകുമ്പോൾ അതൊരു അസറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ വിവാഹത്തിന് വേണ്ടി വാങ്ങുന്ന ആഭരണങ്ങൾ ഒരു അസറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം അതിൽ ഒരുപാട് പണിത്തരങ്ങൾ, കല്ല്, ഇതെല്ലാം ഉണ്ടാവും. അവസാനം ഇതിനെ ഒരു വാല്യൂ നമ്മൾ പിന്നീട് കണക്കാക്കുമ്പോൾ അതിന് ഒരുപാട് വില കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പവനൊക്കെ 7 തവണ മാറിയാൽ അത് പിന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആഭരണങ്ങൾ വാങ്ങുക ഈ ഒരൊറ്റ ദിവസം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. പിന്നീട് ഈ വസ്ത്രാഭരണം നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. വാല്യൂ അധികം കുറഞ്ഞു പോകാത്ത തരത്തിലുള്ള പണിത്തരങ്ങളുള്ള മാലകളായിരിക്കണം അല്ലെങ്കിൽ ആഭരണങ്ങളായിരിക്കണം വാങ്ങേണ്ടത്. ഞാനൊരു കാർട്ടൂണിൽ കണ്ടതാണ്, പെൺകുട്ടി ഇങ്ങനെ ആഭരണങ്ങളൊക്കെ ഇട്ട് ശ്വാസം മുട്ടി നിൽക്കുകയാണ്. താലിമാല ഇടാൻ ഗ്യാപ്പില്ല. അവസാനം ഒരു ചരടിൽ കോർത്ത് താലിയിടുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലോൺ എടുത്ത് ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്നവരുടെ മാനസിക സ്ഥിതി എന്തായിരിക്കും അല്ലേ? ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കൊണ്ട് ആർക്കെന്താണ് നേട്ടം? കുറച്ച് ബോധമുള്ളവർക്ക് പെൺകുട്ടിയോടൊരു സഹതാപം, ഇതെല്ലാം വിട്ട് ആ പെൺകുട്ടി അവശ്യ നിലയിലായല്ലോ. പിന്നെ ലോൺ എടുത്ത് മേടിച്ചവർക്ക് അതിൻ്റെ വിഷമം. പിന്നെ കുറേ പേർക്ക് അയ്യോ എൻ്റെ മകളുടെയും കല്യാണം ഇങ്ങനെയൊക്കെ നടത്തേണ്ടി വരുമോ എന്നുള്ളൊരു ആദി. ഇങ്ങനെ നമുക്കൊരുപാട് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ചിന്തകളല്ലാതെ ഇതുകൊണ്ട് എന്താ കിട്ടുന്നത്? അഞ്ചാമത്തെ കാര്യം, ഒരു കുറ്റബോധത്തോടു കൂടിയല്ലാതെ സംസാരിക്കാൻ പറ്റില്ല. അത് ഭക്ഷണം എന്ന ധൂർത്തിനെ കുറിച്ചാണ്. ഏറ്റവും വലിയൊരു ധൂർത്ത് ഭക്ഷണം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വിവാഹത്തിൻ്റെ റിസപ്ഷൻ എത്തുമ്പോൾ ആ വാതിൽക്കൽ തൊട്ട് ഈ പലതരം ഭക്ഷണ സാധനങ്ങളുടെ പ്രദർശനമാണ്. പലതും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അത്രയധികം വെറൈറ്റി ആയിട്ട് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. അപ്പം മിക്കവാറും നമ്മുടെ കുറേ ശ്രദ്ധ ഈ ഭക്ഷണമൊക്കെ ഒന്ന് നടന്ന് കാണുന്നതിൽ, എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്. ചിലർ പിന്നെ അങ്ങനത്തെ തീരുമാനമൊന്നുമില്ല, കിട്ടുന്നതെല്ലാം വലിച്ചു വാരി കഴിക്കുന്നവരുമുണ്ട്. വീട്ടിൽ നല്ല ഡയറ്റിംഗ് ആണ് കേട്ടോ, പക്ഷേ ഇങ്ങനൊരു സ്ഥലത്തേക്ക് വന്നുപെട്ടാൽ പിന്നെ രക്ഷയില്ല. എനിക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് സന്തോഷ് എച്ചിക്കാനും എഴുതിയ ബിരിയാണി എന്ന ചെറുകഥയാണ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ചെറുകഥയാണ് കേട്ടോ. ഗോപാൽ യാദവ് എന്ന ബീഹാറുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അയാൾ തൊഴിലന്വേഷിച്ച് കേരളത്തിലെത്തുകയാണ്. അപ്പോൾ കലന്തൻ ഹാജി എന്ന ധനാഠ്യൻ്റെ വീട്ടിൽ അയാളുടെ പേരക്കുട്ടിയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു സൽക്കാര ചടങ്ങ്, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ചില പണികൾക്കായിട്ട് ഗോപാൽ യാദവ് ആ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഹാജിയുടെ പേരക്കുട്ടി ഇയാളെ കൂട്ടിക്കൊണ്ട് പറമ്പിലേക്ക് പോയി ഒരു വലിയ കുഴിയെടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ വീട്ടിൽ ലാൻഡ് ചെയ്യുന്ന ആ സമയത്തുള്ള ഒരു കാര്യം വിവരിക്കുന്നുണ്ട്. അവിടെ ഗോപാൽ യാദവ് ചെന്നിറങ്ങുമ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ബിരിയാണി, ബസ്മതി അരിയുടെ ഹൃദ്യമായ മണം, നെയ്യും മറ്റ് സ്പൈസസൊക്കെ ചേർന്നുള്ള ഏറ്റവും ഹൃദ്യമായ ആ ഒരു സുഗന്ധം
അയാൾ ആസ്വദിക്കുകയാണ്. ഈ ബസുമതിയുടെ സുഗന്ധം മൂക്കിലേക്ക് അടിക്കുമ്പോൾ ഗോപാൽ യാദവ് തൻ്റെ ഭാര്യ മാതങ്കിയെക്കുറിച്ച് ഓർക്കുകയാണ്. മാതങ്കി പണ്ട് ഗർഭിണിയായിരുന്നപ്പോൾ കുറച്ച് ബസുമതി അരി വാങ്ങി ഉണ്ണാൻ കാണിച്ച ആ ഒരു ഇഷ്ടം, കൊതി, അവസാനം ഇത് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് ഒരു 50 ഗ്രാം വാങ്ങി മാതങ്കിക്ക് കൊടുത്ത് അതവൾ കൊതിയോടുകൂടി വായിലിട്ട് ചവച്ചരച്ച ദൃശ്യമൊക്കെ അയാളുടെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അയാൾ കുഴിയെടുക്കാൻ തുടങ്ങി. ഒരാൾ പൊക്കത്തിലും വണ്ണത്തിലുമുള്ള കുഴി റെഡിയായി. എന്തിനായിരുന്നെന്നോ കുഴി? ഈ ചടങ്ങ് കഴിഞ്ഞ് ബാക്കി വന്ന ബിരിയാണി കുഴിച്ചു മൂടാനാണ്. അപ്പോൾ ഗോപാൽ യാദവ് കാണുന്നത് ഒരുപാട് ബിരിയാണി ബാക്കി വന്നിരിക്കുകയാണ്. എല്ലാം ആ കുഴിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ഹാജിയുടെ പേരക്കുട്ടി ഇയാളോട് ആവശ്യപ്പെടുന്നുണ്ട് നല്ലോണം അമർത്താൻ. കയറി നിന്ന് അമർത്തി 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 ദം പോലും പൊട്ടിക്കാത്ത ദം ബിരിയാണി അങ്ങനെ തന്നെ അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. ഇയാൾ കയറി നിന്നതെല്ലാം അമർത്തി 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 ബാക്കി വന്ന ബിരിയാണി മുഴുവനും ആ കുഴിക്കുള്ളിലാക്കി. അവസാനം അതങ്ങോട്ട് മൂടുകയാണ്. വിവാഹത്തിൻ്റെ ആർഭാടം കാണിക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ വേണ്ടേ? അതിന് വലിയ കണക്ഷനൊന്നും ഇല്ലാത്ത ആളുകളെയും ഒക്കെ വിളിച്ചു കൂട്ടുകയാണ്. അതിൽ കുറേ പേര് വരില്ല സ്വാഭാവികമായിട്ടും. പക്ഷേ അവർക്ക് ഭക്ഷണം കരുതാതിരുന്ന് ഭക്ഷണം തീർന്നു പോയാൽ നാണക്കേടല്ലേ? അതുകൊണ്ട് വേണ്ടതിലധികം ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്ര ബാക്കി വന്നു എന്നുള്ളത് ആർഭാടത്തിൻ്റെ ഒരു സൂചനയായിട്ട് കണക്കാക്കുന്ന വിഡ്ഢികളായ മനുഷ്യർ. അവസാനം ഇതെല്ലാം കുഴിച്ചു മൂടി കലന്തൻ ഹാജിയുടെ പേരക്കുട്ടി ഗോപാൽ യാദവിനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. വീട്ടിൽ അങ്ങകലെ നാട്ടിൽ അയാൾക്ക് ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് മാതങ്കി. പിന്നെ ഒരു മകളുണ്ട്. മകളുടെ പേരെന്താ? ബസുമതി. അവളെന്ത് ചെയ്യുന്നു? അവൾ മരിച്ചുപോയി എന്ന് ഗോപാൽ യാദവ് പറയാണ്. എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരമാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. പട്ടിണി കിടന്നാണ് ബസുമതി മരിച്ചത്. ശരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ എവിടെയോ തീവ്രമായ വേദന ഉളവാക്കുന്ന ഒരു ഉത്തരം. കഥ വായിച്ച് കഥ ഒരുപാട് ചർച്ച ചെയ്തു. അതിൻ്റെ മെസ്സേജൊക്കെ ഒരുപാടിടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ വിവാഹത്തിൻ്റെ ധൂർത്തിൻ്റെ സമയത്ത് ഇതൊന്നും ആരുടെയും മനസ്സിലേക്ക് എത്തുന്നില്ല. എന്തുമാത്രം ഭക്ഷണമാണ് ഈ വിവാഹത്തിന് വേണ്ടി ഉണ്ടാക്കി കൂട്ടുന്നത്. അപ്പോൾ ഇത് ഒരു വശം. ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ് വിശപ്പ്. അപ്പോൾ ഒരു ഭാഗത്ത് വിശപ്പ് മൂലം ആളുകൾ മരിക്കുന്നു, മറുഭാഗത്ത് ഒരാവശ്യവുമില്ലാതെ സ്വന്തം ആഡംബരം കാണിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യുന്ന അവസ്ഥ. ഇവിടെ ആലോചിക്കേണ്ട വേറൊരു വിഷയം കൂടിയുണ്ട്. നമ്മളിങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൃഷി ചെയ്ത് ഉണ്ടാക്കേണ്ട ഒന്നല്ലേ ഈ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ? ഇതിന് മാത്രം സാധനങ്ങൾ നമ്മളിവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ടോ? ഭക്ഷണമായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന സാധനങ്ങളെല്ലാം ഭക്ഷ്യയോഗ്യം തന്നെയാണോ? അതിന് വേണ്ടത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. നമ്മുടെ നാട്ടിലെ ക്യാൻസറൊക്കെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് മാത്രം ഭക്ഷണം ഓരോ കല്യാണത്തിനും ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചല്ലേ ഇത് ഉണ്ടാക്കാൻ പറ്റൂ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സാധിക്കും ഇത്രയധികം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ? നമ്മളിതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. വിവാഹം നടത്തുമ്പോൾ ഭക്ഷണം കഴിക്കാനല്ല ഈ ആളുകൾ മുഴുവൻ വരുന്നത്. ആ ചടങ്ങിൽ പങ്കെടുക്കാനും സന്തോഷം പങ്കിടാനുമാണ്. ഇതിന് മാത്രം ഭക്ഷണ സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ ബജറ്റ് ഉണ്ടാക്കി ആ ബജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മെനു ഉണ്ടാക്കി ആളുകൾക്ക് നല്ല രുചികരമായ ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം ഉണ്ടാക്കുക. എനിക്ക് ഉറപ്പാണ് ഈ തരുന്ന ഭക്ഷണത്തിൽ കുറേ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോമൺ സെൻസ് വെച്ച് ഉപയോഗിച്ചാൽ അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇനി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, പൂച്ചയ്ക്കാരും മണി കിട്ടും, ആരെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങണമല്ലേ? ഒരു ധൈര്യം, ഒരു ആർജവം. നമ്മൾ വീട്ടുകാരിൽ നിന്ന് ചിന്തിക്കണം, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം കണ്ട് ആളുകൾ അന്തം വിട്ട് സ്തബ്ധരായി നമ്മളോടുള്ള ബഹുമാനം, ആദരവൊക്കെ കൂടും. അങ്ങനെയാണോ ചിന്തിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. നേരത്തെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. കാരണം അതിലൊക്കെ ഒരു പുതുമയുണ്ടായിരുന്നു, കൗതുകം ഉണ്ടായിരുന്നു. അപ്പം നമ്മളോടൊരു ബഹുമാനം, ഇവർ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഇതെല്ലാം കണ്ട് ആളുകൾക്ക് മടുത്തു. ലളിതമായ വിവാഹങ്ങൾ അതിനിടയിൽ വന്ന് പെടാറുണ്ട് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സമാധാനമാണ്. നമുക്ക് അവരോട് ഒരുപാട് ബഹുമാനം തോന്നും. അവരുടെ ആ ഒരു ബുദ്ധിപരമായ തീരുമാനം, വിവേകം, ഇതൊക്കെ ഓർത്തിട്ട്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. അത് എൻ്റെ മാതാപിതാക്കൾ കാണിച്ച ഒരു ധൈര്യമാണ് കേട്ടോ.
എൻ്റെ മനസ്സിൽ എപ്പോഴും സന്തോഷത്തോടുകൂടി ഞാൻ ചിന്തിക്കുന്ന ഒരു വിവാഹം, അതെൻ്റെ തന്നെ വിവാഹമാണ്. എൻ്റെ അപ്പച്ചൻ കോളേജ് പ്രൊഫസറായിരുന്നു, പട്ടണത്തിലുള്ള കോളേജിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്. ആ സമയത്ത് ബ്യൂട്ടി പാർലറൊന്നും ഇല്ലാതില്ല. ആ സമയത്തും കുറച്ച് ആർഭാടത്തോടുകൂടി വിവാഹം നടത്തുന്നവരുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അപ്പച്ചൻ വളരെ വളരെ ഒരു ലളിതമായ ഒരു വിവാഹമാണ് നടത്തിയത് കേട്ടോ. അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഷെയർ ചെയ്യുമ്പോഴും ആ സന്തോഷത്തിലൂടെ കടന്നു പോവുകയാണ്. വിവാഹത്തിനുള്ള ആഭരണം, വസ്ത്രം ഏറ്റവും ലളിതമായ രീതിയിലായിരുന്നു. അപ്പോൾ അമ്മ എന്നോടൊരു പുതിയ നെക്ലസ് വാങ്ങുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത്, അതിൻ്റെ ആവശ്യമില്ല, അമ്മയുടെ പഴയ നെക്ലസ് ഞാൻ ഇട്ടോളാം, കല്യാണത്തിൻ്റെ അന്ന് ഇടണം, അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ ഇട്ടോളാം. അവസാനം അമ്മ എനിക്കത് തന്നു, സ്വന്തമായിട്ട് തരികയും ചെയ്തു. എന്നിട്ട് ഈ വിവാഹത്തിൻ്റെ അന്ന് ഒരു ഏകദേശം 1 മണിക്കൂർ മുമ്പ് എൻ്റെ വല്യപ്പച്ചൻ്റെ മകൾ ആനിച്ചേച്ചി എന്നെ വിളിച്ചു. നീങ്ങ് വന്നേ, മുഖം കഴുകി വരാൻ പറഞ്ഞു. കുറച്ച് ക്രീം ഇട്ടു, പൗഡർ ഇട്ടു, കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു, സാരി ഉടുപ്പിച്ചു, മുടിയൊന്ന് കെട്ടിവെച്ചു. എല്ലാത്തിനും കൂടി ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ കൊള്ളാം, പ്രസൻറ്റബിളാണ്. കയ്യിൽ പിടിക്കാനുള്ള ബൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ വല്യമ്മച്ചിയുടെ മകൾ കുഞ്ഞുമണി. അപ്പോൾ കുഞ്ഞുമണി വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കി തന്നൊരു ബൊക്കെ. പിന്നെ കുഞ്ഞുമണിയുടെ ചേച്ചി, ഓമന ചേച്ചി, ഇവരൊക്കെ തികഞ്ഞ കലാകാരികളാണ് കേട്ടോ. അപ്പോൾ അവരുടെ കരവിരുതിൽ അവരുണ്ടാക്കിയെടുത്ത നെറ്റ്, ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് അതിൽ രസകരമായൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ബി എസ് സി കഴിഞ്ഞ് ഉടനെയായിരുന്നു എൻ്റെ വിവാഹം. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാം വിവാഹത്തിന് വേണ്ടി എത്തിയിരുന്നു. ഞങ്ങൾ നടന്നാണ് പള്ളിയിലേക്ക് പോയത്. ഒരു 10 മിനിറ്റ് നടക്കണം. ആ നടത്തം ഇപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ. തമാശയൊക്കെ പറഞ്ഞ് നമ്മളറിയാവുന്ന, നമ്മളിഷ്ടമുള്ള കുറച്ച് പേരൊക്കെ അത് കാണാൻ വേണ്ടി വഴിയരികിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതൊക്കെ വലിയ കാര്യമല്ലേ, കല്യാണം കാണാൻ വേണ്ടി വഴിയരികിൽ ഇങ്ങനെ ആളുകൾ വന്ന് നിൽക്കുക. കാറിൽ പോയാൽ ആരും കാണില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നടന്ന് പള്ളിയിലെത്തുന്നു. ഈ കൂഞ്ഞിക്കൂടി നെറ്റെല്ലാം വിട്ട് കാറിലിരുന്ന് പള്ളിയിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഹൃദ്യമായിരുന്നു ആ ഒരു നടപ്പ്. 3 മണിക്കായിരുന്നു വിവാഹം. കല്യാണം കഴിഞ്ഞ് ഒരു പാർട്ടി, ഈവനിങ് പാർട്ടി. അതിൽ 2 വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ വീട്ടിലുമുണ്ടായ സന്തോഷം നിറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരാഴ്ച മുമ്പേ അങ്കിളും ഫാമിലിയൊക്കെ വീട്ടിൽ വന്നു. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ അമ്മയും കൊച്ചമ്മയും കൂടിയാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ 2 ഐറ്റംസ് അവരുണ്ടാക്കിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സ്പെഷ്യലായിരുന്നു. സാധാരണ എല്ലായിടത്തും കിട്ടുന്നതല്ലല്ലോ. പിന്നെ ഒരു കേക്ക്, 1-2 ബിസ്ക്കറ്റ്, മിക്സ്ചർ, പിന്നെ ഒരു പാക്കറ്റ് കശുവണ്ടി. റിസപ്ഷൻ നടക്കുമ്പോൾ വേറൊരു ഡിസ്ട്രാക്ഷനുമില്ല. എല്ലാവരും വരുന്നു, വധുവരന്മാരെ കാണുന്നു, അനുഗ്രഹാശസ്സുകൾ അറിയിക്കുന്നു, സമാധാനപരമായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. പക്ഷെ നമ്മുടെ ജീവിതം വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ആർഭാടങ്ങളോട്, ആഘോഷങ്ങളോടൊക്കെ നോ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ കാലോചിതമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്